ചിലർ ഇപ്പോൾ എനിക്ക് നല്ല പനിയുണ്ട്, തണുപ്പുണ്ട്. ചിലർ പനി വരുമ്പോൾ പ്രത്യേകിച്ച് പുറത്തൊക്കെ ഉള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ പനിച്ചു വിറച്ച് പനി എങ്ങനെ ആഘോഷകരമാക്കാം. ഞാൻ എൻ്റെ ഓരോ പനിയും ഒറ്റയ്ക്കാണ്, പക്ഷെ ഞാൻ ആഘോഷകരമാക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തലേദിവസം ഒരു പിടി കിട്ടും, പനി വരാൻ പോവാം, ഒരു പാരസെറ്റമോൾ കഴിക്കുക. ഈ പാരസെറ്റമോളിനെ കുറിച്ച് തെറ്റായ ധാരണയുണ്ട്. പാരസെറ്റമോൾ നിങ്ങൾക്ക് 500 mg ടാബ്ലറ്റ് 8 എണ്ണം വരെ ഒരു ദിവസം കഴിക്കാം. അതായത് ഇപ്പം നമ്മൾ 4 മണിക്കൂർ സമയം കൊടുക്കണം. അപ്പം 500 mg പാരസെറ്റമോൾ 2 എണ്ണം, ഇപ്പോൾ 1 ഗ്രാം 1000 ഗ്രാം. അങ്ങനെ നമുക്ക് ഒരു ദിവസം 1000 ഗ്രാം 4 ടൈംസ് കഴിക്കാം. അപ്പോൾ 4000 ആയി. അതാണ് ലിമിറ്റ്. അതിനപ്പുറം കഴിക്കുമ്പോഴാണ് അത് ദോഷമായി മാറുന്നത്. ഇത്രയും നമുക്ക് ഒരു ദിവസം കഴിക്കാം. 8 ടാബ്ലറ്റ് 500 mg 4 മണിക്കൂർ ഇടവിട്ട്, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ പാരസെറ്റമോൾ ഒന്നും കഴിക്കുമ്പോൾ നമുക്ക് ഒരു എനർജി വന്നു. ഓടി മാർക്കറ്റിൽ പോവുക, കുറച്ച് 4-5 മാതളം, 4-5 ആപ്പിൾ കഴിച്ചാൽ പനി കുറയും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആപ്പിളായി മേശപ്പുറത്ത്, മാതളായി മേശപ്പുറത്ത്, കുറച്ച് തിളച്ച് ചൂടുള്ള. അപ്പോൾ ഈ പാരസെറ്റമോൾ ഫസ്റ്റ് ഡോസ് കഴിക്കുമ്പോൾ നമുക്ക് അതിനുള്ള എനർജി കിട്ടും. ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി വെച്ചു, കുറച്ച് കഞ്ഞി പയറും കൂടെ ഇട്ട് അതിനരിച്ച് തേങ്ങയും പിഴിഞ്ഞാൽ ടേസ്റ്റി ആവും. പിന്നെ വേണമെങ്കിൽ 2 സ്ട്രെപ്സിൽസ് വാങ്ങിക്കുക. തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് കണ്ടിട്ടുള്ളത് 3 സ്ട്രെപ്സിൽസ് 6 hourly കഴിക്കുമ്പോൾ തൊണ്ടവേദനയും പോകും. ഇനി ബോഡി പെയിൻ, നമ്മളെന്തിനാണ് സഫർ ചെയ്യുന്നത്? ചിലരൊക്കെ കണ്ടിട്ടുണ്ട് വേദന സഫർ ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ മടിച്ച്. നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ഒരു പെയിൻ കില്ലർ, ബോഡി പെയിൻ എന്തിനു സഹിക്കണം? ബോഡി പെയിൻ ഒരു സേഫായിട്ടുള്ള പെയിൻ കില്ലർ മേടിച്ച് വെക്കുക. ഫസ്റ്റ് പെയിൻ കില്ലറും പാരസെറ്റമോളും കഴിക്കുക, സുഖമായി ഉറങ്ങുക. 4th hourly 2 hourly എണീറ്റ് വെള്ളം കുടിക്കുക. ഡയബറ്റീസൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഇട്ട് എന്തെങ്കിലും കുടിക്കുക, എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കുക. ചൂടുവെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, കഞ്ഞി വെള്ളം കുടിക്കുക, ഇടയ്ക്ക് കഞ്ഞി കുടിക്കുക, ഇടയ്ക്കൊരു പാട്ട് കേൾക്കുക. അപ്പോൾ ഈ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ പെയിനൊന്നുമില്ല. മാതളം കഴിക്കുക, ആപ്പിൾ കഴിക്കുക. 2 days ഈ നിലയിൽ പോവുക. ഫീവർ, അടുത്ത പ്രാവശ്യം ഫീവർ വരാൻ നമ്മൾ ആഗ്രഹിക്കും. ഈ തനിച്ചാണ്, പനിയാണ്, കംപ്ലൈൻസ് ചെയ്യരുത്. ആ വരുന്ന പനിയെ ഒരു എനിമയായിട്ട് കണ്ടിട്ട് ആഘോഷിക്കൂ. ഇന്നലെ തുടങ്ങിയ പനി ഞാൻ സഡനായിട്ട് ആപ്പിൾ, മാതളം, പാരസെറ്റമോൾ, വെള്ളം, കഞ്ഞി, ത്രൂ ആയിട്ടാണ് സുഖമായി ഉറങ്ങി. സ്ട്രെപ്സിൽ സഹിച്ചു, തൊണ്ടവേദന കുറഞ്ഞു, ശകലം ഒരു ബോഡി പെയിൻ ഉണ്ട്. അത് ബൈ ടുഡേ ഈവനിങ് ഐ തിങ്ക് വിൽ ഗോ. സോ ഇനി കംപ്ലൈൻറ്റ് ചെയ്യണം. പനിയാണ്, തനിച്ചാണ്, ആരുമില്ല, എല്ലാവരും ഉണ്ട്.